ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റെട്രോയെ കുറിച്ചിട്ടാണ്. റെട്രോ ഓൾറെഡി വളരെ നെഗറ്റീവ് റിവ്യൂ ഉള്ളൊരു പടമാണ്. എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ കാണാൻ പോയ ഒരാളാണ്. നെഗറ്റീവ് റിവ്യൂ ഒക്കെ കണ്ട് രാത്രി പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് പോയി കണ്ട ആളാണ്. നെഗറ്റീവ് പറയുന്നത്ര ഉള്ള പടമല്ല. നല്ല പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ എന്താ, സൂര്യയെന്നും കാർത്തിക് സുബ്രാജെന്നും ആളുകൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. അതാണ് അവരുടെ മെയിൻ പ്രശ്നം. കാർത്തിക് സുബ്രാജ് ഓൾറെഡി പറഞ്ഞിരുന്നു ഇതൊരു ചെറിയ സംഭവമാണ്, ഇതിന് വലുത് വരാനുണ്ട്, വെയിറ്റ് ചെയ്യൂ എന്ന്, സൂര്യയായിട്ട് തന്നെ. എന്നാലും ആളുകൾ ട്രെയിലറൊക്കെ കണ്ട് നല്ല പ്രതീക്ഷയെ കാണാൻ പോയി. നിരാശയായ പടമാണ് റെട്രോ. ഇതിൽ ജോജുവിൻ്റെയും സൂര്യയുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. മീൻസ് കോമ്പിനേഷൻ സീൻസ്. അവർ ഒരു അച്ഛൻ മകൻ, അത് പടം കണ്ടവർക്ക് മനസ്സിലാവും അവരെ റിലേഷൻ എങ്ങനെ വരുന്നതെന്ന്. അത് കോമ്പിനേഷൻ നല്ലതായിരുന്നു. പൂജ ആയാലും നന്നായി ചെയ്തിട്ടുണ്ട്. പൂജ ആദ്യം ടീസറൊക്കെ കണ്ടപ്പോൾ വർത്തമാനം പറയാൻ കഴിയാത്ത ഒരാളായിട്ടാണ് തോന്നിയത്. പക്ഷേ പടത്തിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടത്തിലെ പൊളിറ്റിക്സ് വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അപ്പം പൊളിറ്റിക്സ് ജിഗർദണ്ഡ ഡബിൾ എക്സിൻ്റെ അത്ര പവറായിട്ട് തോന്നിയില്ല. മീൻസ് സ്ക്രീനിൽ പവറായിട്ട് തോന്നാത്തതിൻ്റെ കാരണം സൂര്യയുടെ ക്യാരക്ടർ നമ്മളോട് അത്ര ഡെവലപ്പ് ചെയ്തില്ല ക്യാരക്ടർ. അതാണ് മെയിൻ പ്രശ്നം. അത് മെയിനായിട്ട് ഡയറക്ടർ പരിഗണിച്ചിരുന്നെങ്കിൽ ഇതൊരു നല്ല പടമായിരുന്നു. എന്നാലും നിങ്ങൾ കാർത്തിക് സുബ്രാജ് ഫാനാണെങ്കിൽ ഈ പടം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് വേറെ ലെവലാണ്. അതേപോലെ ഒരു സ്റ്റൈല് പടം. കാർത്തിക് സുബ്രാജിൻ്റെ ഇതിനേക്കാൾ സ്റ്റൈലുള്ള പടം ഉണ്ടോയെന്നറിയില്ല. മീൻസ് നല്ല സ്റ്റൈലിഷായിട്ട് പടം എടുത്തിട്ടുണ്ട്.